Hello everyone, welcome to my channel Cooking by Elsa. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ മിക്കവാറും വീടുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് മതി, വളരെ ലൈറ്റായിട്ടുള്ളൊരു മീൽ മതി, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കഞ്ഞി. അപ്പോൾ കഞ്ഞിയും പയറും അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കോമ്പിനേഷനുമാണ്. നമുക്ക് വളരെ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു ഫുഡാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും കഞ്ഞിയും നല്ലൊരു പയർ തോരനും ചമ്മന്തിയും അതുപോലെ മോരുകറിയും. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു ഡിന്നർ മീൽ. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് നമ്മളുടെ കഞ്ഞി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് പ്രഷർ കുക്ക് ചെയ്യുക, ഒരു അപ് ടു 2 വിസിൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ ആ ഹീറ്റിൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു 3/4 കപ്പ്. അപ്പോൾ അതും കുറച്ചൊരു 3-4 hours വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ബെറ്ററായിട്ട് കുക്കാവും. ഇതിൻ്റെ മിക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഗ്രേറ്റഡ്. ഒരു 1/4 ഓണിയൻ, അത്യാവശ്യം ഇച്ചിരി വലുതിൻ്റെയാണ്, വലുത് അല്ലെങ്കിൽ മീഡിയം സൈസിൻ്റെ അനിയൻ. ഒരു ചെറിയ പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്രീൻ ചില്ലി. എൻ്റെ ചില്ലിക്ക് എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 1/2 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടേമറിക്കും ഒരു 1/4 ക്യൂമിനും. ഇത്രയും വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് തോരൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സും പയറും കൂടി നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്ന ചെറുപയറും കൂടി നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. തോരൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ ആദ്യം മസ്റ്റേർഡ് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് നമ്മളുടെ പയറും പ്രഷർ കുക്ക് ചെയ്ത ചെറുപയറും തോരൻ്റെ ആ കോക്കനട്ട് മിക്സും അത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട് ഇതുപോലെ തോരനാക്കി നമുക്ക് റെഡിയാക്കിയെടുക്കാം. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ചൂടായിട്ട് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ലോങ്ങർ ഡ്യൂറേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെക്ക് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടും. ഇത് സെർവ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് സോൾട്ടും കൂടി ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാച്ചിയ മോര് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേർഡ് എടുത്തിട്ടുണ്ട്, ക്ലോസ് ടു 1/2 കപ്പ്. ഇതിനകത്തേക്ക് വെള്ളവും ആഡ് ചെയ്തിട്ട് നമ്മളുടെ മോരിൻ്റെ ഒരു റൈറ്റ് കൺസിസ്റ്റൻസി രീതിയിൽ ഞാൻ വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും ലംസ് ഒന്നും ഇല്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. കാച്ചിയ മോര് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ മസ്റ്റേർഡ് പൊട്ടിച്ചിട്ട് കുറച്ച് ഓണിയൻ, ജിഞ്ചർ, ഗാർലിക് അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് അതിൻ്റെ ഒരു റോ ഫോം മാറുന്നിടം വരെ ഒന്ന് വഴറ്റുക. കറി ലീവ്സ് നല്ലപോലെ ആഡ് ചെയ്യുക, അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. കാച്ചിയ മോരിന് നല്ല ഫ്ലേവർ വരും കറി ലീവ്സ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ സീസണിങ്സിന് ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ടേമറിക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നു, ഒരു 1/4 ഫെനുഗ്രീക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോൾട്ടും. ഇത്രയും സീസണിങ്സാണ് നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പം മോരിന് നല്ല സ്ട്രോങ് അരോമാറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. ഇത് അതിൻ്റെ ഒരു റോ ഫോം മാറുന്നിടം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സീസണിങ്സ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒരു റോ ടെക്സ്ചറും മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേർഡിൻ്റെ ആ ഒരു മിക്സില്ലേ, ബട്ടർ മിൽക്ക്, അത് നമുക്കിതിലേക്ക് സ്റ്റൗ പ്രിഫറബിളി ഞാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടാണ് അത് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. കാരണം നമുക്കത് പിരിഞ്ഞു പോകുമോ അങ്ങനെയുള്ളൊരു ടെൻഡൻസി ആ ഒരു വരുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പം ഇതുപോലെ നമ്മൾ കാച്ചി ഇങ്ങനെ എടുക്കുന്നത്. അപ്പം ഇതെടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ പ്രിഫറബിളി ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇളക്കും തോറും നമുക്ക് നല്ലപോലെ അതിൻ്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. ഇനി നമ്മുടെ സമ്മന്തിയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത് 1 കപ്പ് കോക്കനട്ടാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കറി ലീവ്സ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ജിഞ്ചറും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ വറ്റൽമുളക് മൈൽഡായിട്ടൊന്ന് പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്തത് അതും ഒരു 1 ടീസ്പൂണോളം ആഡ് ചെയ്യാം. അപ്പം ഇത് നല്ലൊരു എരിവിൻ്റെ ഒരു ഫ്ലേവർ തരും. ഇതിൻ്റെ കൂടെ ഒരു 1/4 ഓണിയനും കൂടി നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു 1/4 ഫെനുഗ്രീക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 1/4 ടേമറിക്കും കൂടി ആഡ് ചെയ്യാം.
ആവശ്യത്തിന് കായും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി ചോപ്ഡും പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവുള്ള ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുക. അപ്പം ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. നമ്മളതുപോലെ ആവശ്യത്തിന് കായം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നീറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുക, വെള്ളം ഒട്ടും ഒഴിക്കാതെ. പിന്നെ ഒരു വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് സോഫ്റ്റായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുമ്പോൾ ആ സമ്മന്തിയുടെ കൺസിസ്റ്റൻസി വരും. കഞ്ഞി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കഞ്ഞിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ആയുർവേദിക് ആയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്ക് ഡീഹൈഡ്രേഷൻ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ യൂഷ്വലി കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നല്ല സമ്മറിൻ്റെ ടൈമിൽ നിന്ന് മൺസൂണിലേക്ക് വരിക, അതുപോലെ തന്നെ മറ്റ് കൺട്രീസിൽ എവിടെയെങ്കിലും സമ്മർ അല്ലെങ്കിൽ ഫോളിൽ നിന്ന് വിൻ്ററിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ വെതറിന് വരുമ്പോൾ നമ്മളുടെ ബോഡിക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി തരുന്നതാണ് കഞ്ഞി. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാം നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ അത് കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ വൈകിട്ട് അത് കഴിച്ചിട്ട് കിടക്കുകയൊക്കെ ആണെങ്കിൽ. അപ്പം ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചിലരത് പൊടിയരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ അത് അവൈലബിൾ അല്ല എങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് നമ്മളുടെ റെഗുലർ റൈസ്, ബ്രൗൺ റൈസ് തന്നെ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ചെറുതാക്കിയെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് പൊടിയരി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ കുറച്ച് ഞാനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്കതെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ യൂഷ്വൽ കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ലോങ്ങർ ഡ്യൂറേഷൻ അത് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ആ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ലൈറ്റ് മീൽ കഴിക്കണമെന്ന് തോന്നുമ്പോഴും, അല്ലെങ്കിൽ അതല്ല ആരെങ്കിലും ഒന്ന് ഒരു പനിയോ അല്ലെങ്കിൽ കോൾഡൊക്കെ വരുമ്പോഴത്തേന് സിക്കാവുമ്പോഴും നമുക്കതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ചമ്മന്തിയുടെ മിക്സ് ഇതുപോലെ കിട്ടും, കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ഇതുപോലെ കിട്ടും. അപ്പം ഞാനിത് ജസ്റ്റ് നമ്മൾ ഗസ്റ്റോ ആരെങ്കിലും വരുമ്പോൾ നമുക്കൊന്ന് ഒരു ബോൾ പോലൊരു ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കൈമേൽ നമ്മൾ യൂഷ്വലി ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നമ്മളിങ്ങനെ ഡോ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് വെള്ളം ഒഴിക്കാതിരിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാനത് ഗ്രൈൻഡറിൽ അതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ജസ്റ്റ് ഒരു സ്വല്പം വെളിച്ചെണ്ണ ലാസ്റ്റിലൊന്ന് ഒഴിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു മയവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതുപോലൊന്ന് ബോളാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ നമുക്കിതുപോലൊന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ ഇമേജസിൽ ത്രൂ കണ്ടു കാണും. നല്ല ചൂടുള്ളൊരു കഞ്ഞി, പയർ തോരൻ, അതുപോലെ തന്നെ ചമ്മന്തി. നമ്മൾ അമ്മിയിൽ അരയ്ക്കുന്ന ചമ്മന്തി തന്നെ നമ്മൾ വീട്ടിൽ ഇപ്പോഴത്തെ നമ്മളുടെ രീതിയിൽ നമുക്ക് അതേ രീതിയിൽ അതേ ടേസ്റ്റ് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടു. അതുപോലെ നല്ലൊരു മോരുകറിയും ചുട്ട പപ്പടമാണ് ഞാൻ ആ ഇമേജിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാൻ തോന്നും. അപ്പം എല്ലാവരും അത് വേഗം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, എങ്ങനെയുണ്ട് ഇത്, ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക. വൺസ് ഇൻ എ വൈൽ ഇതുപോലെ നമ്മളൊരു ഇടയ്ക്കൊരു നമ്മുടെ റെഗുലർ റുട്ടീനിൽ ഇടയ്ക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്, വളരെ ഹെൽത്തി ആൻഡ് ബെനിഫിഷ്യലാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.